ബംഗാൾ ഗവർണർ സി.വി. ആനന്ദ് ബോസ് രാജിവെച്ചു. രാജിയുടെ കാരണം വ്യക്തമല്ല. 3.5 വർഷം പദവിയിലിരുന്ന ശേഷമാണ് രാജി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ആനന്ദ് ബോസിന്റെ അപ്രതീക്ഷിത രാജി. എൻ.ആർ. രവി പുതിയ ബംഗാൾ ഗവർണറാകും. ശരത്നാൽ നൽകും വിവരങ്ങൾ. ശരത്ത്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള അപ്രതീക്ഷിതമായ നീക്കം എന്താണ് രാജിക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? എങ്ങനെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തോട് പ്രതികരിക്കുന്നത്? അരണ്യ, വളരെ വലിയൊരു ഡെവലപ്മെൻ്റാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭവ വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുമായിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു ഗവർണറായിരുന്നു ആനന്ദ് ബോസ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് കേരള ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് നൽകുന്ന സൂചന. കാരണം NSSൻ്റെ വിവിധ വിഭാഗവുമായി ചേർന്ന് ആനന്ദ് ബോസ് NSSൻ്റെ ഒരു മന്ദസ്മാരകം ഡൽഹിയിൽ ഉണ്ടാക്കാനുള്ള പദ്ധതി നടത്തിയിരുന്നു. അതിനുവേണ്ട സഹായം ബംഗാൾ ഗവർണർ നൽകുമെന്നാണ് ഈ മാസം 22-ന് ഇത് സംബന്ധിച്ച മാർച്ച് 22 ഇത് സംബന്ധിച്ച തറക്കല്ലിട ചടങ്ങും നിശ്ചയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ NSSൻ്റെ സമ്മർദ്ദം മൂലമാണ് അദ്ദേഹത്തിൻ്റെ രാജി എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ ഏതായാലും കാരണം വ്യക്തമാക്കാതെയാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത് ശരത്ലാലാണ്.